നമ്മൾ സ്വന്തമായോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മറ്റു പലരും ലിപ്സ്റ്റിക്കിൻ്റെ ഡെയിലി യൂസേഴ്സും അല്ലെങ്കിൽ ഒക്കേഷണൽ യൂസേഴ്സും ഒക്കെയാണ്. എങ്കിൽ കൂടി മറ്റു പലരും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ളവർ ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്നത് കണ്ടാൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. പുറത്ത് ഇറങ്ങുമ്പോൾ മുഖത്തും ചുണ്ടുമ്മലൊക്കെ കണ്ണി കണ്ടൊക്കെ വാരി തേച്ചിട്ടേ ഇറങ്ങുള്ളൂ എന്നൊരു ടോക്ക്. ഇത് നമ്മുടെ സമൂഹത്തിന് പൊതുവേ ഉള്ളതാണ്. നമ്മൾ സ്വന്തം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും, എങ്കിൽ കൂടി മറ്റൊരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക്കേ കണ്ടിട്ടില്ലാത്തൊരു മട്ടിലേ നമ്മൾ സംസാരിക്കൂ. അപ്പോൾ ഗായ്സ്, ലിപ്സ്റ്റിക്കിൻ്റെ യൂസും അതിൻ്റെ സൈഡ് എഫക്ട്സും ഒക്കെ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സഹവ ടോക്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, ലിപ്സ്റ്റിക്കും അതിൻ്റെ സൈഡ് എഫക്ട്സും. നമ്മളുടെ തൊട്ട് മുന്നേയുള്ള ജനറേഷനിലെ അമ്മമാരൊക്കെ ആണെങ്കിൽ പറയും, ഓളതാ ചുണ്ടമ്മ ചായം തേച്ചിട്ടാ വന്നിരിക്കുന്നതെന്ന്. അത് പക്ഷേ നമ്മളോട് മാത്രമായിരിക്കും പറയുക. സെയിം വേ മറ്റുള്ള ചിലപ്പം കുറച്ച് വേണ്ടപ്പെട്ടവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് പറഞ്ഞെന്നിരിക്കില്ല. അവരൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവരായിരിക്കാം, എന്നാൽ പോലും അവരുടെ മുഖത്ത് നോക്കി ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള പിള്ളേരൊക്കെ ചായം തേച്ച് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പൊതുവം ഒരു ടോക്കാണ്, ഓള് ചുണ്ടുമ്മ ചായം തേച്ചിട്ടേ പുറത്തിറങ്ങൂ, അല്ലാതെ ഓളെ കാണാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇത് ഇന്നത്തെ സമൂഹത്തിൽ ചെറിയ പിള്ളേർ മുതൽ വയസ്സായ ആൾക്കാർ പോലും ഇന്ന് ചുണ്ടുമ്മ ചായം തേച്ചിട്ടേ പുറത്തിറങ്ങുന്നുള്ളൂ. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യരുതെന്നോ ഞാൻ വാദിക്കാൻ ആളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഒന്നും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ മുഖത്തൊക്കെ എങ്ങനെ പിഗ്മെൻറ്റേഷൻ വരുന്നോ അതേ രീതിയിൽ തന്നെ നമ്മളെ ലിപ്സിനെയും പിഗ്മെൻറ്റേഷൻ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അത്രയും കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചുണ്ട് പൊതുവേ ഒന്ന് കറുത്തു പോകുന്നത്. കുറച്ചൊരു കോൺഫിഡൻസ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പിള്ളേർ, ഞാൻ അടക്കമുള്ള ഇന്നത്തെ ഈ ഒരു ജനറേഷൻ, എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്കിൻ്റെ യൂസ് കുറച്ച് വർദ്ധിപ്പിച്ച് വരുന്നത്. പിന്നെ ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം മാത്രം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നല്ലൊരു ബ്രാൻഡ് ലിപ് ബാം ഫസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം മാത്രം, അതുപോലെ തന്നെ നല്ല ബ്രാൻഡായിരിക്കണം ലിപ്സ്റ്റിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈഫ് ലോങ് ആവശ്യമുള്ളൊരു സംഭവമാണ് ഈ ലിപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ. നമുക്ക് എന്തിനാണെങ്കിലും, ഫുഡ് കഴിക്കാനാണെങ്കിലും നമ്മളിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണ്, മൂക്ക്, ചുണ്ട്, ആ ഒരു ഏരിയയല്ലേ പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണിൽ കണ്ട സാധനങ്ങളൊന്നും വാരി തേച്ച് ചുണ്ട് ആ ഒരു പിഗ്മെൻറ്റേഷൻ വന്ന് നാശമാക്കാതെ എപ്പോഴും ശ്രദ്ധിക്കുക. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊന്നും ആരോടും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രാൻഡ് ലിപ് ബാം നോക്കി സെലക്ട് ചെയ്യുക. അതിനുശേഷം നല്ല ലിപ്സ്റ്റിക്കും നോക്കി സെലക്ട് ചെയ്യുക. പിന്നെ ഫുൾ ടൈം 24 hours അല്ലെങ്കിൽ 12 hours ലിപ്സ്റ്റിക്ക് ഇട്ട് നടക്കുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മാക്സിമം ടൈം, ആവശ്യമുള്ളൊരു ടൈം മാത്രം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു പുറത്തൊന്ന് പോയി ജസ്റ്റ് ഒന്ന് വരാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്തിട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്ക് വാരി തേച്ച് അതിന് ശേഷം അതിട്ടുകൊണ്ട് നടക്കുക, അങ്ങനത്തെ ഒരു പ്രൊസീജിയറൊന്നും ചെയ്യാതിരിക്കുക. മാക്സിമം ലിപ്സ്റ്റിക്കിൻ്റെ യൂസ് കുറയ്ക്കുക. അതിൻ്റെ പർപ്പസ് കഴിഞ്ഞാൽ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നൈറ്റൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു ലിപ് ബാമൊക്കെ തേച്ചിട്ട് അല്ലെങ്കിൽ ലിപ്പ് ഓയിലൊക്കെ ഒന്ന് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പിഗ്മെൻറ്റേഷൻ, നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പിഗ്മെൻറ്റേഷൻ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പം അതിൽ കുറച്ച് സൈഡ് എഫക്ട്സും കൂടി നമ്മൾ പറയുകയാണ്. അതുപോലെ അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ലെഡൊക്കെ കൂടുതൽ ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ ക്യാൻസറിലേക്ക് വരെ ലീഡ് ചെയ്യാം. അത് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം ക്യാൻസർ വരിക അങ്ങനെയല്ല. അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് യൂസ് കൊണ്ട് നമുക്ക് ഭാവിയിലേക്ക് അതിനുള്ള ചാൻസ് കൂടുതലാണെന്ന് പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ബ്രെയിൻ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കിഡ്നി ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇറിറ്റേഷൻ, പിഗ്മെൻറ്റേഷൻ കൂടുതൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഡെയിലി നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒന്ന് യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നമ്മൾ യൂസ് ചെയ്യും.
അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു ഏതാണ് നല്ല ബ്രാൻഡെന്നെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് യൂസ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു.